ഇടതുപക്ഷ വാർത്തകൾ കിട്ടിയാൽ മാത്രമാണ് അവർക്ക് റേറ്റിംഗ് ഉണ്ടാവുക. നിങ്ങൾ നോക്കൂ, പി പി ദിവ്യ പേര് കിട്ടിയാൽ മതി, ഇപ്പൊ വാർത്തയായിരുന്നു അല്ലെ? പി പി ദിവ്യ എന്നുള്ള പേരെന്നെ വാർത്തയാണ്. ഇപ്പോ പി പി ദിവ്യ എന്നുള്ള പേരെന്നെ വാർത്തയാണ്. എന്നോട് പ്രായമുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നമ്മളൊക്കെ മാതൃകയാവുന്ന സഖാവിന്റെ നാട്ടിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റിയില്ല, പാർട്ടി ലോക്കൽ സെക്രട്ടറി അല്ല, പാർട്ടി ഏരിയ കമ്മിറ്റി ഇല്ല കേട്ടോ. എന്നെ വാത്സല്യത്തോട് ചേർത്ത് പിടിച്ച് ആ ഉത്തരനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ നീ അവർക്ക് ശത്രുവായിരിക്കാം, നിന്നെ കുറിച്ചുള്ള വാർത്തകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു നാൾ നീ CPI-നെതിരെയോ നമ്മുടെ പാർട്ടിക്കെതിരെയോ ഒരു വാക്ക് പറഞ്ഞു നോക്ക്, നിന്നെ പോലെ മഹാലക്ഷ്മിയെ പോലെ മറ്റൊരു സ്ത്രീയെ കാണാൻ കിട്ടൂല എന്നാലെഴുതും ഈ പറയുന്ന മാധ്യമങ്ങൾ എഴുതി. അങ്ങനെ നമ്മളതിന് നിൽക്കുമോ? ഇല്ലല്ലോ. വെട്ടിയരിഞ്ഞിട്ടാൽ പോലും അതിനേക്കാളും ഉയരത്തിൽ വളർച്ച ശിഖരങ്ങളുള്ള വൃക്ഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ വളരുന്ന കാര്യത്തിൽ ഒരു തത്വവും വേണ്ട. ഞാൻ വരുമ്പോ ഒരു കുട്ടി വേറൊരു കുട്ടിയോട് കടങ്കഥ പറയും. എന്താ കടങ്കഥ എന്നറിയാം? ചോദിക്കാണ്. പോണ്ടിച്ചേരിയിലുണ്ട്, തൃശ്ശൂരുണ്ട്, കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. എന്താ പോണ്ടിച്ചേരിയുണ്ട്, തൃശ്ശൂരുണ്ട്, കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ആരത്? സുരേഷ് ഗോപി ഇല്ലേ? വല്യച്ഛൻ, അമ്മായി, ഏട്ടൻ, അനിയൻ, ഏട്ടന്റെ ഭാര്യ, BJP-കാരായിട്ട നേതാക്കന്മാർ എല്ലാവർക്കും കൂടി വോട്ടാണ്. എവിടെ? ഈ പറഞ്ഞ തൃശ്ശൂർ മണ്ഡലത്തിൽ. അതിലും വലിയ രസം എന്താണെന്നറിയും? തൊലിക്കെട്ടിയ. പക്ഷെ ഇത്രയും ദിവസമായി എന്തേ സുരേഷ് ഗോപി മിണ്ടാതെ എന്ന് പറഞ്ഞപ്പോ ശോഭാ സുരേന്ദ്രന്റെ മറുപടിയാണ്, ഞങ്ങളത്ര തൊലിക്കെട്ടി സുരേഷ് ഗോപിക്ക് വന്നിട്ടില്ല എന്നുള്ള മറുപടി. അത് പറയാനും വേണമെന്ന് ഒരു തൊലിക്കെട്ടി വേണം. എന്നിട്ട് ആരെയാ ഭീഷണി? ഭീഷണി ആരെയാണ്? സംസ്ഥാന സർക്കാരിന്, CPM-നെ വെല്ലുവിളിച്ച്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ ശോഭാ സുരേന്ദ്രൻ. അവര് പറയാണ് CPM-ന് വലിയ ഭയമാണ്. CPM-ന്റെ ഭയം എന്താണ്? അടുത്ത ഭരണം ഞങ്ങൾ കേരള ഭരണം BJP പിടിക്കാൻ വേണ്ടി പോവാണെന്നുള്ളതാണ്. ആര് പിടിക്കാൻ വേണ്ടി പോകുന്നു? കേരള ഭരണം. ഒരാൾക്ക് എന്റെ പേര് ഞാൻ മറന്നുപോയി. 50 മക്കളാണ്. 50 ധൃതരാഷ്ട്രത്തെ 102 ധൃതരാഷ്ട്രത്തിന് ശേഷം ഇന്ത്യയിൽ 50 മക്കളെ ജനിപ്പിച്ചിട്ടുള്ള ഒരു അച്ഛനുണ്ട്. അത് നരേന്ദ്രമോദി ഭരിക്കുന്ന, നരേന്ദ്രമോദി ജയിച്ച വാരാണസി മണ്ഡലത്തിലാണ് 50. അതിന് തമാശ എന്തെന്ന് പറയും, ഈ 50 മക്കളും ജനിച്ചെങ്ങനെയാണ്? ഒറ്റ 50 ദിവസം. എനിക്കൊരാഗ്രഹമുണ്ട്, മരിക്കുന്നതിനിടയിൽ ഈ 50 മക്കളെയും പ്രസവിച്ച ഈ അമ്മയെയും അച്ഛനെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം BJP-കാരൻ ഉണ്ടാക്കിത്തരും. നരേന്ദ്രമോദി ഗവൺമെന്റ് മൂന്നാമതും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് എങ്ങനെയാണ് എന്ന് ഈ കാര്യത്തിലൂടെ തെളിഞ്ഞല്ലോ. വോട്ട് ചേർക്കുന്നതിൽ, വോട്ട് ഇല്ലാതാക്കുന്നതിൽ വലിയ കൃത്രിമം ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. വാരാണസിയിൽ ഒരാൾക്ക് എന്റെ പേര് ഞാൻ മറന്നുപോയി. 50 മക്കളാണ്. 50 ധൃതരാഷ്ട്രത്തെ 102 ധൃതരാഷ്ട്രത്തിന് ശേഷം ഇന്ത്യയിൽ 50 മക്കളെ ജനിപ്പിച്ചിട്ടുള്ള ഒരു അച്ഛനുണ്ട്. അത് നരേന്ദ്രമോദി ഭരിക്കുന്ന, നരേന്ദ്രമോദി ജയിച്ച വാരാണസി മണ്ഡലത്തിലാണ് 50. അതിന് തമാശ എന്തെന്ന് പറയും, ഈ 50 മക്കളും ജനിച്ചെങ്ങനെയാണ്? ഒറ്റ 50 ദിവസം. എനിക്കൊരാഗ്രഹമുണ്ട്, മരിക്കുന്നതിനിടയിൽ ഈ 50 മക്കളെയും പ്രസവിച്ച ഈ അമ്മയെയും അച്ഛനെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം BJP-കാരൻ ഉണ്ടാക്കിത്തരും. 50 പേര്. അതുകൂടാതെ 28 വരുമ്പോഴാണ് അവസാനം നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. എവിടെ? തൃശ്ശൂര്. ഞാൻ വരുമ്പോ ഒരു കുട്ടി വേറൊരു കുട്ടിയോട് കടങ്കഥ പറയും. എന്താ കടങ്കഥ എന്നറിയാം? ചോദിക്കാണ്. പോണ്ടിച്ചേരിയിലുണ്ട്, തൃശ്ശൂരുണ്ട്, കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. എന്താ പോണ്ടിച്ചേരിയുണ്ട്, തൃശ്ശൂരുണ്ട്, കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ആരത്? സുരേഷ് ഗോപി ഇല്ലേ? വല്യച്ഛൻ, അമ്മായി, ഏട്ടൻ, അനിയൻ, ഏട്ടന്റെ ഭാര്യ, BJP-കാരായിട്ട നേതാക്കന്മാർ എല്ലാവർക്കും കൂടി വോട്ടാണ്. എവിടെ? ഈ പറഞ്ഞ തൃശ്ശൂർ മണ്ഡലത്തിൽ. അതിലും വലിയ രസം എന്താണെന്നറിയും? തൊലിക്കെട്ടിയ. ശോഭാ സുരേന്ദ്രൻ
CPM ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു തൃശ്ശൂർ. രണ്ടാമത്തെ മാർച്ചിനെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഒരു സമാധാനം. കാരണം അതാണല്ലോ അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് കൂടി കണ്ടതാണ് എന്താണ് ആദ്യത്തെ മാർച്ചിനെ കൂടി അതൊക്കെ അവസാനിച്ചിട്ടില്ല. ശോഭാ സുരേന്ദ്രനോട് ചോദിച്ചു, സുരേഷ് ഗോപി എന്തേ മുന്നാത്തെ? 10,000-കണക്കിന് വോട്ടാണ് കള്ള വോട്ട് എവിടെ ചേർത്തിരിക്കുന്നത്, തൃശ്ശൂരിൽ ചേർത്തിരിക്കുന്നത്. മറുപടി പറയേണ്ട തൃശ്ശൂരിലെ MP സുരേഷ് ഗോപി. സുരേഷ് ഗോപി മിണ്ടുന്നില്ല. എത്ര ദിവസമായി അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ല. സിനിമാ ഡയലോഗിനേക്കാളും ശക്തമായ ഡയലോഗ് അതിൽ പുറത്തു പറയുന്ന മനുഷ്യനാണ് സുരേഷ് ഗോപി. പക്ഷെ ഇത്രയും ദിവസമായി എന്തേ സുരേഷ് ഗോപി മിണ്ടാതെ എന്ന് പറഞ്ഞപ്പോ ശോഭാ സുരേന്ദ്രന്റെ മറുപടിയാണ്, ഞങ്ങൾ അത്ര തൊലിക്കെട്ടി സുരേഷ് ഗോപിക്ക് വന്നിട്ടില്ല എന്നുള്ള മറുപടി. അത് പറയാനും വേണമെങ്കിൽ ഒരു തൊലിക്കെട്ടി വേണം. എന്നിട്ട് ആരെയാ ഭീഷണി? ഭീഷണി ആരെയാണ്? സംസ്ഥാന സർക്കാരിന്, CPM-നെ വെല്ലുവിളിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ ശോഭാ സുരേന്ദ്രൻ. അവർ പറയാണ് CPM-ന് വലിയ ഭയമാണ്. CPM-ന്റെ ഭയം എന്താണ്? അടുത്ത ഭരണം ഞങ്ങൾ കേരള ഭരണം BJP പിടിക്കാൻ വേണ്ടി പോവാണെന്നുള്ളതാണ്. ആര് പിടിക്കാൻ വേണ്ടി പോകുന്നു? കേരള ഭരണം. കേരള ഭരണം BJP പിടിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ആവേശത്തോടും കൂടി പറഞ്ഞ് ശോഭാ സുരേന്ദ്രനോട് ഞങ്ങൾക്കൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, BJP സംസ്ഥാന അധ്യക്ഷ പദവി ഒന്ന് പിടിച്ചിട്ട് പോരെ കേരളത്തിന്റെ സർക്കാരിന്റെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട്. കരിയായിരുന്നില്ലേ ശോഭാ സുരേന്ദ്രൻ? കരിയായിരുന്നു. ഓലപ്പടക്കം പൊട്ടിയപ്പോ പ്രശ്നമായി. ഓലപ്പടക്കം പൊട്ടിയപ്പോ ബോംബ് പൊട്ടി എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിലവിളിച്ചത്. ഇവരൊക്കെയാണ് നമ്മളെ വെല്ലുവിളിക്കുന്നത്. ഒരു കാര്യമുള്ളൂ, ഒന്ന് കള്ള വോട്ട് ചേർക്കും, എന്നിട്ട് നെഞ്ചും പിരിച്ചിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു തൊലിക്കെട്ടിയൊന്നും വേണ്ട കേട്ടോ. ചെറിയൊരു തൊലിക്കെട്ടി പോലെ കേട്ടോ, കണ്ടാമൃഗം പോലും തോന്നുന്ന തൊലിക്കെട്ടിയാണ് BJP-ക്കാർക്കുള്ളത് എന്ന് ഈ തൃശൂർ സംഭവത്തോടുകൂടി നമുക്ക് മനസ്സിലായത്. എത്ര ആളുകളെ വീട്ടി ഫ്ലാറ്റുകൾ പോലും എന്താണ് സാങ്കേതികമായ ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ല വേണം. സംസ്ഥാന സർക്കാരല്ല അത് നിയന്ത്രിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ടാണ് 10,000-കണക്കിന് വോട്ടുകൾ ഇവിടെ ആര് കൂട്ടിച്ചേർക്കുന്നത്? BJP കൂട്ടിച്ചേർക്കുന്നത്. മൂന്നാമത് മോഡി അധികാരത്തിൽ വന്നത് രാജ്യത്ത് എങ്ങനെയാണ് എന്ന് ഈ ഒരൊറ്റ ഉദാഹരണത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിക്കോ. കള്ള വോട്ട് ചേർത്തിട്ടാണ്, കള്ള വോട്ട് ചേർത്ത് ആളുകളെ വഞ്ചിച്ചിട്ടാണ്, ഈ വോട്ട് വാങ്ങിയിട്ടാണ് ഇവരെല്ലാം ജയം നേടിയിട്ടുള്ളത്. അങ്ങനെയാണ് മൂന്നാമതും അധികാരത്തിൽ വന്നിരിക്കുന്നത്. അധികാരത്തിൽ വന്നിട്ട് പിന്നെ വെല്ലുവിളിയാണ്, ഈ രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അവർ ചെയ്ത ചെയ്തികളെല്ലാം രാജ്യത്തെ ജനങ്ങൾ മറക്കൂ. അത്ര പെട്ടെന്ന് മറക്കാൻ വേണ്ടി നമ്മൾ ആരും സന്നദ്ധമല്ല. ഈ രാജ്യത്ത് കർഷകർ നടത്തിയിട്ടുള്ള സമരമുണ്ടല്ലോ, ആ സമരം വലിയൊരു തിരിച്ചറിവായിരുന്നു മോഡിക്ക്. ആ തിരിച്ചറിവിൽ നിന്ന് പാഠം പഠിക്കുന്നു നമ്മൾ കരുതി. സമര കേന്ദ്രത്തിൽ വെച്ച് കർഷകർ പോയിട്ട് ആദ്യമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നിശ്ചയിച്ച സ്ഥലത്തേക്കുള്ള യാത്ര ദൂരം മുടക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയത്. അങ്ങനെ ഒരു സമരം ഇന്ത്യ രാജ്യം മറ്റിടത്തും കണ്ടിട്ടില്ല. കർഷകർ സമരം ചെയ്യുന്നു, സ്ത്രീകൾ സമരം ചെയ്യുന്നു, യുവാക്കൾ സമരം ചെയ്യുന്നു. ഈ സമരങ്ങളെല്ലാം അടിച്ചമർത്തുവാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തിയപ്പോഴും അവരൊന്നും പിന്തിരിഞ്ഞു പോയിട്ടില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ വീണ്ടും അധികാരത്തിൽ കള്ള വോട്ട് ചേർത്തിട്ട് ജനങ്ങളെ വഞ്ചിച്ചിട്ടാണ് നിങ്ങളെല്ലാം അധികാരത്തിൽ വന്നത് എന്ന തിരിച്ചറിവ് ഞങ്ങളെല്ലാം ഞെട്ടിച്ചിട്ടില്ല എന്ന് പറയാനാണ്. ഞെട്ടിച്ചിട്ടില്ല. നരേന്ദ്രമോദി മൂന്നാമത് അധികാരത്തിൽ വന്നത് ഞങ്ങളെ ഞെട്ടിച്ചിട്ടില്ല. കാരണം ഇവിടെ കോൺഗ്രസിന്റെ അവസ്ഥയും അതായിരുന്നു. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഇന്ത്യയില് എത്രയോ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ അവസ്ഥയിൽ ഉണ്ടായി. രാഹുൽ ഗാന്ധി പോലും പാർലമെന്റിനകത്ത് കൃത്യമായി പോകാൻ തുടങ്ങിയിട്ട് അധികമായിട്ടുണ്ട്. മറ്റൊരു ഭാഗം എന്താണ്? ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ എന്താണ് എന്ന് ഒരൊറപ്പും പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നവർ, കോൺഗ്രസിന്റെ MP-മാരായിരുന്നവർ, കോൺഗ്രസിന്റെ MLA-മാരായിരുന്നവർ, നേതാക്കന്മാരെല്ലാവരും തിരക്കുപിടിച്ച്
നേതാവ് പറഞ്ഞു BJP-യിലേക്ക് പോയപ്പോഴാണ് ഉറങ്ങാൻ പറ്റിയത്. ഇല്ലെങ്കിൽ എന്താണ് ED വലിയ ED പഠിച്ചു പോവാണ്. K. കരുണാകരന്റെ മകൾ പത്മജ പോയ സമയത്ത് ഫേസ്ബുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പത്മജ മറന്നുപോയി. അപ്പോ അതിന്റെ അഡ്മിനെ കൊണ്ടുപോകാൻ പറ്റിയില്ലേ? അഡ്മിൻ ഇട്ട പോസ്റ്റ് നമ്മളാരും പറഞ്ഞിട്ടില്ല. ED രക്ഷിക്കാൻ വേണ്ടി വേറെ ആയിരിക്കും പറ്റില്ല. അത് BJP-യിലേക്ക് തന്നെ പോകേണ്ടി വരുന്നതാണ്. അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം അത് രാജ്യത്ത് നടത്തിയിട്ടുള്ള അഴിമതിയുടെ ഭാഗമായി കോൺഗ്രസിലെ നേതാക്കന്മാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയത് സംരക്ഷിക്കണമെങ്കിൽ BJP-യിലേക്ക് പോകേണ്ടി വരും. 100 കണക്കിന് നേതാക്കന്മാർ BJP-യിലേക്ക് പോയി. അങ്ങനെ പോകുന്ന നേതാക്കന്മാരെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് സാധിച്ചോ? ഇല്ല. കേരളത്തിന് സമാനമായ അനുഭവങ്ങളാണല്ലോ വരുന്നത്. കേരളത്തിലെ അനുഭവം എന്താ? കേരളത്തിൽ ഇനി 2 തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. 3ാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന പ്രചരണം വന്നതോടുകൂടി കോൺഗ്രസിന് ആകെ അങ്കിലാക്കാം. 3ാമതും ഇടതുപക്ഷം കേരളം ഭരിച്ചാൽ എന്താകും അവസ്ഥ? 3ാമതും കേരളം ഇടതുപക്ഷം ഭരിച്ചാൽ കോൺഗ്രസിനറിയാം ഇനി കോൺഗ്രസിന്റെ കൊടി പോലും കിട്ടില്ല. അതുകൊണ്ടിപ്പോ എന്ത് കിട്ടിയാലും സമരം എന്ന് മാത്രമല്ല, കേരളം കണ്ടതിൽ ഏറ്റവും മോശം പ്രതിപക്ഷം എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അത് VD സതീശൻ നയിക്കുന്ന പ്രതിപക്ഷം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ പറയുമ്പോ VD സതീശന് ഭ്രാന്തളകിയത്. പക്ഷേ സർക്കാർ പറയുമ്പോ സതീശന് നിലപാടെന്തായി? ഒരു സ്വസ്ഥതയില്ല. കാരണം ഇനീഷ്യലെങ്കിലും ഒന്നാണല്ലോ. RSSന്റെ സ്ഥാപകന്റെ ചിത്രത്തിന് മുമ്പിൽ പോയി കൈകൂപ്പി മുട്ടിക്കഴഞ്ഞ് നിന്നിട്ട് സാട്ടർന്ന് പ്രണമിച്ചിട്ട് BJP നേതാക്കന്മാരായിട്ടുള്ള എല്ലാ ബന്ധത്തിന്റെയും ഭാഗമായിട്ടാണ് കഴിഞ്ഞ ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിലെ UDF-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ആരോടൊപ്പം? ജമാഅത്ത് ഇസ്ലാമിയോട്. നിലമ്പൂരിൽ നമ്മൾ കണ്ടത് ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് UDF പോകുന്നത്. RSSനെ പോലെ തന്നെ ഭീകരമായ സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടുന്നവർക്ക് കൂട്ടുന്നത്. ആ ജമാഅത്ത് ഇസ്ലാമിയാണ് അഭിമന്യു എന്ന യുവ ചെറുപ്പക്കാരനെ, ഇടതുപക്ഷത്തിന്റെ നേതാവിനെ വെട്ടിനൂർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് സംരക്ഷണം നൽകിയത്. ആ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു. തെരഞ്ഞെടുപ്പിനകത്ത് ആരെയും കൂട്ടുപിടിച്ച് വോട്ട് വാങ്ങിയിട്ട് അധികാരത്തിലെത്തണമെന്ന ഒറ്റ ചിന്തയിൽ അവിടെ പ്രതിരോധിക്കുന്നത് CPI-നെയാണ്, ഇടതുപക്ഷത്തെയാണ്. 9 കൊല്ലം അധികാരത്തിലുണ്ടായിരുന്നില്ല. പക്ഷെ 9 കൊല്ലം അധികാരത്തിനില്ലെങ്കിലും പണുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പിരിക്കുകയാണ്. എന്തിനാ പിരിക്കുന്നത്? വയനാട് മുണ്ടക്കയ ദുരന്തമാണ്. നിങ്ങളൊന്ന് നോക്കൂ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ. വയനാട് മുണ്ടക്കയം ദുരന്തത്തിൽ ഇതാ 100 പേർക്ക് വീട് കൊടുക്കുന്ന KPCC പ്രസ്താവിച്ചു. 100 പേർക്ക് വീട് കൊടുക്കുന്ന രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചു. 25 പേർക്ക് വീട് കൊടുക്കുമെന്ന് DYFI പറഞ്ഞപ്പോ ഞങ്ങൾ 30 പേർക്ക് വീട് കൊടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 25 പേർക്ക് വീട് കൊടുക്കുമെന്ന് പറഞ്ഞ് DYFI 20 കോടി രൂപ പിരിച്ചെടുത്തിട്ട് 100 പേർക്ക് വീടെടുക്കുവാൻ വേണ്ടി കേരള മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ആ പണം കൊടുത്തപ്പോ 30 പ്രഖ്യാപിച്ച രാഹുൽ മാങ്കൂട്ടം ഒരൊറ്റ വീടിന്റെ കാശ് കൊടുത്ത മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക്. ഇപ്പൊ പറയാണ് 88 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു. 5 കോടി രൂപ പിരിച്ചതാണ്. 5 കോടി രൂപ പിരിച്ചിട്ടുണ്ട്. ഇത് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ചില നേതാക്കന്മാർ, KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പരസ്യമായി സമൂഹ മാധ്യമത്തിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനമാണ് യൂത്ത് കോൺഗ്രസ് എടുത്തത്. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം ഉപയോഗിച്ച് മുണ്ടക്കയത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ പിടിച്ചെടുത്ത പണം എവിടെ? അത് ജനങ്ങളുടെ മുമ്പിൽ എത്താക്കണ്ടേ?
KPCC നൽകാമെന്ന് പറഞ്ഞ 100 വീടിൽ ഒരു വീടെങ്കിലും എടുത്തു കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചോ? വീടെടുത്ത് കൊടുക്കുന്നില്ല. സർക്കാർ ഇപ്പൊ വീടെടുക്കാൻ ആദ്യത്തെ വീടിന്റെ പാലുകാച്ചലാണ്. അപ്പോ വീടിന്റെ നിർമ്മാണം കണ്ടു കഴിഞ്ഞപ്പോ കുറെ ആളുകൾ, ചില യൂട്യൂബർമാരുണ്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരൊക്കെ കുഞ്ഞും എഴുതുകയാണ്, കണ്ടോ 35 ലക്ഷം രൂപയുടെ വീടാണ്. ഈ വീട്ടിൽ എന്ത് സൗകര്യമുള്ളത്? 35 ലക്ഷം രൂപയുടെ വീടല്ല, 20 ലക്ഷം രൂപയുടെ വീടാ. പക്ഷെ അന്തസ്സായിട്ട് ആ ദുരന്തം കഴിഞ്ഞിട്ട് അവരെ പുനരുദ്ധരിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തി ഉണ്ടല്ലോ, ആ ഇച്ഛാശക്തിയെ കുറിച്ച് പറയുന്നുണ്ടോ ഇവര്? ഇവർക്കെല്ലാം പിന്തുണയും നൽകാൻ കേരളത്തിലെ ചില മാധ്യമങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, 100 വീട് പ്രഖ്യാപിച്ചിട്ട് ഒരു വീട് നൽകാത്ത ഇവിടുത്തെ കോൺഗ്രസിനെ കുറിച്ച് ഒരക്ഷരം പറയാൻ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറായിരുന്നു? അവര് തയ്യാറായിട്ടില്ല. 100 ഏക്കർ ഭൂമി വാങ്ങിയിട്ട് ലീഗുകാര് പറ്റിച്ചില്ലേ 85 കുടുംബങ്ങളെ? 100 ഏക്കർ തോട്ടം ഭൂമി വാങ്ങിയിട്ട് 85 കുടുംബങ്ങളെ വിളിച്ചു വരുത്തി യോഗം വെച്ചു. ആ 85 കുടുംബങ്ങൾ പാവങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സർക്കാരിന്റെ വീട് വേണ്ട, മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് വീടൊരുക്കി തരികയാണെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് വീടൊരുക്കി തരുമെന്ന് പ്രതീക്ഷിച്ച് 85 കുടുംബങ്ങൾ മുസ്ലിം ലീഗ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. ആ യോഗത്തിൽ പങ്കെടുത്തത് മുസ്ലിം ലീഗിന്റെ നേതാവ് PK ബഷീർ. ആ ബഷീറിനോട് പങ്കെടുത്ത കുടുംബങ്ങൾ ചോദിച്ചു, ഈ തോട്ടം ഭൂമിയാണോ ഞങ്ങൾക്ക് നൽകുന്നത്? ഈ തോട്ടം ഭൂമി ഞങ്ങൾ എങ്ങനെ വീട് വെക്കാനാണ്? ആ ചോദ്യം ചോദിച്ചപ്പോ PK ബഷീറിന്റെ താറ്റത്തോടുകൂടിയുള്ള മറുപടി എന്താണെന്നറിയോ? വേണമെങ്കിൽ കിട്ടുന്നത് വാങ്ങിയിട്ട് വീടെടുത്ത് താമസിച്ചോ, അല്ലാതെ ഒന്ന് ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ടെന്നുള്ളതാണ്. ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് എത്ര കോടി പിരിച്ചുവെന്ന് ഈ ജനങ്ങൾക്ക് മുമ്പിൽ പറയണം. എത്ര കോടി നേതാക്കന്മാരുടെ പോക്കറ്റിൽ പോയി എന്ന് പറയണം. PK ഫിറോസിന് ഒരു പരാതി ഇപ്പൊ പോയിട്ടുണ്ട്. PK ഫിറോസ് കോടികളുടെ ബംഗ്ലാവ് പണിതതിൽ താമസിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതാവാണ്. എങ്ങനെയാ കോടിയുടെ ബംഗ്ലാവ് പണിയാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് സാധിക്കുന്നത്? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയല്ല, അതിന്റെ പേരൊക്കെ മാറ്റിയിട്ട് ഐക്യ അഴിമതി മുന്നണിയായിട്ട് ഈ മുന്നണി മാറിയല്ലോ. കോൺഗ്രസും ലീഗും തമ്മിൽ മത്സരിക്കാണ് അഴിമതി നടത്താൻ വേണ്ടി. ഈ അഴിമതി നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ ഓർമ്മിക്കണം. അവിടെ 100 കണക്കിന് മനുഷ്യരുടെ ശവശരീരത്തിൽ ശവകുടീരത്തിൽ ചവിട്ടിയിട്ടാണ് നിങ്ങൾ അഴിമതി നടത്തുന്നത്. ഒരു ദുരന്തം വന്നാൽ ആ ദുരന്തത്തെ പോലും കാശാക്കുന്ന വിവിട്ട ജന്മങ്ങളായിട്ട് ഇവിടെ കോൺഗ്രസിന്റെയും ലീഗുകാരുടെയും നേതാക്കന്മാർ മാറാൻ വേണ്ടി പാടില്ല. നിങ്ങള് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും ഉണ്ടക്കയത്ത് ദുരന്തം നടന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കൺമുമ്പിൽ നിന്ന് പോയിട്ടുണ്ടോ? ആ ദുരന്തം മുതലെടുപ്പ് നടത്തിയിട്ടാണ് കോടികൾ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ നേതാക്കന്മാർ സുഖിച്ചു വാഴുന്നത്. ആ കോൺഗ്രസിനെയും ലീഗിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ പ്രതിപക്ഷം ഈ കോലാഹലങ്ങളെല്ലാം നടത്തുമ്പോ ഈ തട്ടിപ്പെല്ലാം കാണിച്ച പ്രതിപക്ഷത്തിന് എല്ലാ പിന്തുണയും കേരളത്തിലെ ചില മാധ്യമങ്ങൾ നൽകുന്നില്ലേ? നിങ്ങൾ നോക്കൂ, ഈ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത്, ലീഗിന്റെ സ്ഥാനത്ത് നിങ്ങൾ ഇവിടെ DYFI ആണ് എന്ന് കരുതും. എന്തായിരിക്കും അവസ്ഥ? ഈ നാട് കത്തൂലേ? നാട് കത്തൂലേ? കോൺഗ്രസ് എന്തോ ആവാം, ലീഗിന് എന്തോ ആവാം, അങ്ങനെ എന്തുമാവാം എന്നതിന്റെ ലൈസൻസ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ നൽകുന്നു. നിങ്ങൾ നോക്കൂ, കടുത്ത വിവേചനം പല കാര്യത്തിലുണ്ട്. ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിനകത്തെ പഴകി നിർമ്മിച്ചൊരു കെട്ടിടം വീണപ്പോ ഒരമ്മ അതിനകത്ത് മരണപ്പെട്ടു. ദൗർഭാഗ്യകരമായ സംഭവമാണ്. ആ സംഭവം എത്ര ദിവസമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ലൈവ് മാത്രം, ചർച്ച മാത്രം. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. ആരോഗ്യമന്ത്രിയെ എത്ര മോശമായിട്ടാണ് പ്രതിപക്ഷവും ഈ മാധ്യമങ്ങളെല്ലാം കുറെ ദിവസം ചിത്രീകരിച്ചത്. പിന്നെയോ കൊല്ലത്തൊരു കുട്ടി സ്കൂളിനകത്ത് ചോക്ലേറ്റ് മരിക്കുന്ന ഒരു സംഭവം. അത് വന്നപ്പോൾ സമാനമായ സാഹചര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കലും മനഃപൂർവ്വം സംഭവിച്ചൊന്നല്ല, പക്ഷേ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ വിദുരയിൽ ഒരു ആംബുലൻസ് തടഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ
ഒരു ആംബുലൻസ് തന്നിട്ട് ഒരു രോഗി മരിച്ച സമയത്ത് ഒരു 3 മിനിറ്റ് വാർത്തയല്ലാതെ ഒരു ലൈവ് നിങ്ങൾ കണ്ടോ? ഒരു ലൈവ് ഉണ്ടാവില്ല. 3 മിനിറ്റ് വാർത്ത, അതിനപ്പുറത്തേക്ക് വാർത്തയായിട്ട് അത് വന്നിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, PK ഫിറോസിന്റെ സഹോദരൻ ലഹരി കേസിൽ പിടിച്ചില്ലേ? കഞ്ചാവുമായി പിടിച്ചില്ലേ? ലഹരിയുമായി പിടിച്ച് ജയിലില്ല. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാം സുഹൃത്തായിട്ടുള്ള പ്രതിഭ MLA മകനെ എക്സൈസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രതിഭയുടെ മകന്റെ കയ്യിൽ ഒരു ലഹരിയും ഉണ്ടായിരുന്നില്ല. അവരങ്ങനെയല്ല കുഞ്ഞിനെ വളർത്തിയിരിക്കുന്നത്. അത് നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിലെ കുട്ടിയും അങ്ങനെയാണ്. പക്ഷേ ഈ കൂട്ടത്തിലെ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേസെടുത്തത്. ആ കുഞ്ഞിനെ ആ കേസിൽ നിന്നും ഒഴിവാക്കി. പക്ഷെ ആ ദിവസങ്ങളിൽ ഈ മകനെ മാത്രമല്ലല്ലോ, പ്രതിഭാഹരി MLA ഉൾപ്പെടെ അപമാനിക്കുന്ന തരത്തിൽ ഈ പറയുന്ന കോൺഗ്രസുകാരൻ, യൂത്ത് ലീഗുകാരൻ, യൂത്ത് കോൺഗ്രസുകാരൻ എല്ലാം നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ എന്താ? അവരെ അപമാനിച്ച രീതിയിലുള്ള എല്ലാ പ്രചരണങ്ങൾക്കും അവർ നേതൃത്വം കൊടുത്തു. പക്ഷെ PK ഫിറോസിന്റെ കാര്യം വന്നപ്പോൾ എന്തായി? ഒരു കുഴപ്പമില്ല. വിനീഷ് കോടിയേരി, സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായി നിൽക്കുന്ന സമയത്താണ് സഖാവ് വിനീഷിനെ ലഹരി കേസിൽ കുടുക്കിയത്. കള്ള കേസായിരുന്നു. അതിന് തെളിഞ്ഞല്ലോ. 366 ദിവസം വിനീഷ് ജയിലിൽ കിടന്നു. അങ്ങനെ ജയിലിൽ കിടന്ന് 366 ദിവസം വിനീഷിന്റെ കുഞ്ഞിനെ ഉൾപ്പെടെ, വിനീഷിന്റെ ഭാര്യയെ, ആ കുടുംബത്തെ, സഖാവ് കോടിയേരിയെ എത്ര കണ്ട് നിങ്ങൾ ആക്രമിച്ചു? അങ്ങനെ ആക്രമിച്ചവരെ ആരെയും ഇപ്പൊ കാണുന്നില്ലല്ലോ. യൂത്ത് ലീഗുകാരന്റെ നേതാക്കന്മാരുടെ വീട്ടിൽ ലഹരി വിൽക്കാനുള്ള ലൈസൻസ് ആ പാർട്ടി നൽകിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത്. നിങ്ങൾക്ക് ലഹരി PK ഫിറോസിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. അതുപോലെ കാര്യം, കാരണം രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനാണ് മഹാത്മാഗാന്ധിജി എന്ന് പ്രസംഗിച്ച മഹാനാണ് ആര്? PK ഫിറോസ്. ആ പ്രസംഗം നിങ്ങൾ കേട്ടില്ലെന്നറിയും. അദ്ദേഹത്തിന്റെ പ്രസംഗം, അതായത് രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായിരുന്നു മഹാത്മാഗാന്ധി എന്നാണ് PK ഫിറോസ് പ്രസംഗിച്ചത്. അത്രയേ ഉള്ളൂ PK ഫിറോസ്. ലീഗിന്റെ ഒക്കെ ചില നേതാക്കന്മാർ, ഇപ്പോ ചില MP ആയിട്ടുള്ള ചില നേതാക്കന്മാരൊക്കെ നല്ല പ്രഗത്ഭരായ പാണ്ഡിത്യത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, ലീഗിലൊക്കെ വരുന്ന കോൺഗ്രസിലായിട്ടുള്ള പുതുതലമുറ എന്ന് പറയുന്നത് ഈ നാട്ടിൽ കൊള്ളരുതാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അതിനുള്ള എല്ലാ സഹായവും കൊടുക്കുന്ന ആളുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. റീൽസ് ജീവകളായി ജീവിച്ച പോരാ. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നു. പ്രസംഗം മാത്രം പോരല്ലോ, പ്രവൃത്തിയിലുണ്ടാവുന്നു. അല്ലാതെ നാട്ടുകാരെ ഭരിച്ചിട്ട് ദുരന്തത്തെ പോലും ഉപയോഗിച്ചിട്ട് കോടികൾ ഉണ്ടാക്കിയിട്ട് മടിയിൽ വെച്ചിരിക്കുന്ന ഇവരെ സംരക്ഷിക്കാനല്ല. ഇപ്പൊ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ അതിനേക്കാളും വലിയ കുഴപ്പമാണ്. അവിടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ അവിടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. ലീഗ് ഭാഗം കുടുങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെമ്പാടും ലീഗിന്റെ നേതാക്കന്മാരുടെ തട്ടിപ്പുകൾ ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിലെ നേതാക്കന്മാരുടെ തട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പുറത്തു വരുന്ന തട്ടിപ്പുകളെ കുറിച്ച് വലിയ വാർത്തകളൊന്നും തന്നെ ഈ പറയുന്ന മാധ്യമങ്ങൾ കൊടുക്കില്ല. കാരണം ഓമനക്കുട്ടനല്ലല്ലോ. 10 രൂപയുടെ കാര്യത്തിലാണ് ഓമനക്കുട്ടനെ 10 മാസത്തോളം പീഡിപ്പിച്ചത്. 10 മാസത്തോളം പീഡിപ്പിച്ചത് CPM ആണോ, DYFI ആണോ, മഹിളാ അസോസിയേഷൻ ആണോ? നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഒരേയാണ്. കോൺഗ്രസിനെ കാണുന്നതിനേക്കാളും ഇന്ന് BJPയെ കാണുന്നതിനേക്കാളും അതേ പട്ടത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തലത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങളും മാറിയിരിക്കുന്നു. ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾക്ക് മാത്രം റേറ്റിംഗ് കിട്ടുമെന്ന നല്ല ധാരണയുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ തേടി അവർ അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടതുപക്ഷ വാർത്തകൾ കിട്ടിയാൽ മാത്രമാണ് അവർക്ക് റേറ്റിംഗ് ഉണ്ടാവുക. നിങ്ങൾ നോക്കൂ, PP ദിവ്യ പേര് ഇപ്പൊ വാർത്തയായിരുന്നു അല്ലെ? PP ദിവ്യ എന്നുള്ള പേരെന്നെ വാർത്തയാണ്. ഇപ്പോ PP ദിവ്യ എന്നുള്ള പേരെന്നെ വാർത്തയാണ്. എന്നോട് പ്രായമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നമ്മളൊക്കെ മാതൃകയാവുന്ന സഖാവിന്റെ നാട്ടിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഇല്ല, പാർട്ടി ലോക്കൽ സെക്രട്ടറി അല്ല, പാർട്ടി ഏരിയ കമ്മിറ്റി ഇല്ല കേട്ടോ. എന്നെ വാത്സല്യത്തോട് ചേർത്ത് പിടിച്ച് ആ ഉത്തരനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോളെ നീ അവർക്ക് ശത്രുവായിരിക്കാം, നിന്നെ കുറിച്ചുള്ള വാർത്തകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു നാൾ
മഹാലക്ഷ്മിയെ പോലെ മറ്റൊരു സ്ത്രീയെ കാണാൻ കിട്ടൂല നാലെഴുതും ഈ പറയുന്ന മാസങ്ങൾ എഴുതി. അങ്ങനെ നമ്മളതിന് നിൽക്കുവോ? ഇല്ലല്ലോ. വെട്ടിയരിഞ്ഞിട്ടാൽ പോലും അതിനേക്കാളും ഉയരത്തിൽ വളർന്ന ശിഖരങ്ങളുള്ള വൃക്ഷങ്ങളായിട്ട് കമ്മ്യൂണിറ്റികൾ വളരുന്ന കാര്യത്തിൽ ഒരു തത്വവും വേണ്ട. അതുകൊണ്ടാണ് കഴിഞ്ഞ ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തിയപ്പോ തുടർച്ചയായുള്ള മധ്യകാലത്തിൽ വന്നപ്പോ എന്നാൽ പിന്നെ ഇനി പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യാം. പിണറായി മാത്രം പോരല്ലോ, മോളെ കൂടി കൂട്ടാനും. പിണറായി വിജയനും മോളും വീണക്കെതിരെയും അക്രമം നടത്തിയത് അവസാനം എന്തായി? എക്സാം ഒതുക്കിയ കേസെത്തായി. എന്തെല്ലാം ആരോപണങ്ങൾ ആ പെൺകുട്ടിക്ക് നേരെ കൊണ്ടുവന്നു. ആ കുടുംബത്തെയും ആക്രമിച്ചിട്ട് അവസാനം എന്തായി? നിങ്ങൾ നോക്കൂ, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഇതുപോലെ കുടുംബത്തോടൊപ്പം തന്നെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണല്ലോ ഇവരെല്ലാം ചെയ്യുന്നത്. അങ്ങനെയെല്ലാം ചെയ്യുമ്പോ നമ്മൾ എന്തുകൊണ്ടാണ് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തോന്നുന്നത്? സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഉത്തമമായ ചില ബോധ്യങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ്. ആ ഉത്തമമായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൂന്നാമത് ഇടതുപക്ഷം ഭരണത്തിൽ വന്നാൽ പ്രശ്നമാകുമെന്ന തോന്നലിൽ നിന്നാണ് BJP ആയിട്ട് സഹകരിക്കാം, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് സഹകരിക്കാം, NDF ആയിട്ട് സഹകരിക്കാം. കേരളത്തിൽ ഇതുപോലെ പ്രതിപക്ഷമില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ കാരണം കേരളത്തിലെ ഏതെങ്കിലും ഈ പ്രതിപക്ഷത്തിന് ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് പറയാൻ സാധിക്കുമോ? കേരളത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി ഒരു പ്രതിപക്ഷമായി നിന്നുകൊണ്ട് ഞങ്ങൾ ഇനി ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ. വികസനത്തിന് തുരങ്കം വെക്കാനല്ല കേരളത്തിലെ പ്രതിപക്ഷത്തെ എന്തിനാ കൊള്ളു? കേരളയിൽ വന്നാൽ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാവുമായിരുന്നു. കേരളയിൽ വന്നാൽ വലിയ മാറ്റം ഉണ്ടാവുമായിരുന്നു. ആ കേരളയിൽ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരം പ്രതിപക്ഷമാണ് കൊണ്ടുവന്നത്. ചില സമരങ്ങളിലൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു. ദേശീയപാതയുടെ പണി ഞാൻ ഈ കുട്ടിക്കോളിൽ വളരെ വേഗത്തിലെത്തിയത് നല്ല ഓളത്തിലുള്ളത് കൊണ്ടല്ല. നിങ്ങൾ ഈ കുട്ടിക്കോളി പരിശ്രമം വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. കേരളത്തിലെമ്പാടും റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ലേ? ദേശീയപാതയിൽ ചില റോഡുകളിൽ വർക്ക് നടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളില്ലാതെ നല്ല റോഡുകൾ നമുക്ക് ലഭിച്ചത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴല്ലേ? നല്ല ആശുപത്രികൾ നമുക്ക് ലഭിച്ചത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴല്ലേ? കാസർഗോഡ് ജില്ലയിലാണല്ലോ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി. ഞാൻ ഇന്ന് രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബിയേച്ചിയെ വിളിച്ചപ്പോൾ ചോദിച്ചു, ബേബിയേച്ചി നിങ്ങൾ ആശുപത്രിയിൽ ഇപ്പോ എത്ര ആളുകൾ ഒരു ദിവസം വരാറുണ്ട്? അപ്പൊ ബേബിയേച്ചി എന്നോട് പറഞ്ഞു 3000 മുതലുള്ള ആളുകൾ വരുന്നുണ്ട്. ഒരു ജില്ലാ ആശുപത്രി UDF ഭരിക്കുമ്പോ 500 ആളുകൾ പോലും വരാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇടതുപക്ഷം ഭരിക്കുമ്പോ 3000-ഉം 4000-ഉം ആളുകൾ ഒരു സർക്കാർ ആശുപത്രിയിൽ വരുന്നത് ആ ആശുപത്രി നൽകുന്ന സേവനം കൊണ്ട് തന്നെയാണ്. ജില്ലാ ആശുപത്രിയിലാണ് ക്യാൻസറുള്ളത്. ഒരു നെഞ്ചുവേദന വന്നാല് ഓടിപ്പോവാ, ജില്ലാ ആശുപത്രി പോവാ. അവിടെ ക്യാൻസർ ഇപ്പോ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ കാസർഗോഡുകാർ നമ്മുടെ അതിർത്തിയിൽ തന്നെയുള്ള കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്കാണ് ഓടി വരിക. പക്ഷെ നിങ്ങൾ അവിടെ ഓടി വരുന്നതിന് നേരത്തെ നിങ്ങളുടെ ജില്ലാ ആശുപത്രിയിൽ നിങ്ങൾക്ക് കാത്ത് ലാബ് ഇതാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സജ്ജമാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി പ്രസവിക്കാനുള്ള നല്ല ഗർഭിണികൾക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മികച്ച വാർഡുകൾ ജില്ലാ ആശുപത്രി സജ്ജമാക്കിയിട്ടുണ്ട്. 5 കോടി രൂപ മാത്രം ഒരു ആശുപത്രിയുടെ അകത്ത് മരുന്ന് വാങ്ങാൻ ഈ ജില്ലാ പഞ്ചായത്ത് മാത്രം കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മുടെ സർക്കാർ കൊടുക്കുന്നുണ്ട്. 3000 ആളുകൾ ആശുപത്രിയിൽ എത്തിയാൽ 2500 ആളുകളിൽ മരുന്ന് വാങ്ങി പോകുമ്പോ ആ 2500 കുടുംബത്തിന് വലിയ ആശ്വാസമാണ്. ഈ ആശുപത്രിയിലെ മാറ്റം ഇടതുപക്ഷം വന്നോണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു പ്രാങ്ക് വീഡിയോ ഒരു ചെറുപ്പക്കാരൻ ചെയ്തു. ആ പ്രാങ്ക് വീഡിയോ ഒരു പെട്രോൾ പമ്പിന് മുമ്പിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ വയോധീനായ ഒരു മനുഷ്യനോട് ചോദിക്കാതെ, ചേട്ടാ ഒരു 50 രൂപ എനിക്ക് തരാമോ? അപ്പോ ഈ വയോധീനാൻ ഇങ്ങനെ അദ്ദേഹത്തിന് പൈസൊക്കെ നോക്കിയിട്ട് എന്തിനാന്ന് ചോദിക്കുന്നുണ്ടോ? അപ്പൊ ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ കയ്യിൽ പെട്രോൾ അടിക്കാൻ കാശില്ല, നിങ്ങൾ 50 രൂപ തരുമോ? കാശില്ലാതിരിക്കല്ലോ. അതൊരു പ്രാങ്ക് വീഡിയോ ആക്കിയതാണ്. അപ്പൊ ഈ മനുഷ്യൻ ഈ കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് അതിന് 50 രൂപ ഈ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്ന ഒരാളൊന്നല്ല ഞാൻ, പക്ഷേ സർക്കാർ മാസം കൃത്യമായിട്ട് 1600 രൂപ തരുന്നത് കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നതാണ്. ഈ 1600 പ്രിയപ്പെട്ടവരെ 2500 ആകാൻ വേണ്ടി വൈകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ 2700 നമുക്ക് നേരത്തെ കിട്ടേണ്ടതാണ്. എന്റെ 2500 നമുക്ക് നേരത്തെ കിട്ടാതെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മമാരായ സ്ത്രീകളുണ്ട്. അവരെല്ലാം ആഗ്രഹിച്ചതാണ് വീട്ടമ്മമാർക്ക് പെൻഷൻ ലഭിക്കുമല്ലോ, വീട്ടമ്മമാർക്കും പെൻഷൻ ലഭിക്കും. പക്ഷെ എന്റെ പെൻഷൻ കിട്ടാത്തത്? എന്റെ പല പദ്ധതികളെയും തുരങ്കം വെക്കാൻ വേണ്ടി, എന്റെ പല പദ്ധതികളെ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കാതിരിക്കുന്നത്? ചില പദ്ധതികൾക്കെങ്കിലും സർക്കാരിന്, കേന്ദ്ര സർക്കാരിൽ നിന്നും ന്യായമായ ചില വിഹിതം സംസ്ഥാന സർക്കാരിന് വരണം. അത് തരുന്നില്ല. അത് തരുന്നില്ല എന്ന് മാത്രമല്ല, മാനദണ്ഡങ്ങൾ വലുതാണ്. ഒരു മാനദണ്ഡം ആശുപത്രിയുടെ കാശ് വേണോ? ഇവിടെ ഇപ്പൊ നമ്മുടെ പഞ്ചായത്താണോ ഇവിടെ ഭരിക്കുന്നത്? കുറ്റിക്കോൾ പഞ്ചായത്ത്. കുറ്റിക്കോൾ പഞ്ചായത്ത് ഇന്നല്ല പ്രസിഡന്റ് നമ്മുടെ PHSC പ്രസിഡന്റ് PHSC ഉണ്ട്. ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? PHSC ഇപ്പോഴുള്ള വെള്ളയാണ് നീതിയാണ്. എന്താ നീതിയല്ലേ? നീതിയാണ്. നമ്മുടെ നീതിയാണ് അടിച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ആരോഗ്യവകുപ്പ് നീലക്കളറും വെള്ളക്കളറും അടിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്, അതായത് കേന്ദ്രത്തിലെ പണം കിട്ടണമെങ്കിൽ, കേന്ദ്രത്തിന്റെ പണം കിട്ടണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റിക്കോലെ PHSC FSSC ഉണ്ടാകും. ഇതിന്റെയൊക്കെ പെയിന്റ് എന്ന് മാറ്റിക്കോളും. എന്താ പെയിന്റ് എന്നറിയോ? കാവിനോ. നാളെ PHSC പോയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ നല്ല നിൽക്കണ്ട, വേറെ വഴിയൊന്നുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ്. കാരണം ഈ നിറം മാറ്റിയാലേ കേന്ദ്രത്തിന് കാശ്മീർ എന്ന് പറയും. അത് മാത്രം നിറം മാത്രം മാറ്റിയ പോരാ. കുറ്റിക്കോലുകാർ ഹിന്ദിയൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടാകുന്നതാണ് എഴുതുന്നത്. നമുക്കാണ് അത്യാവശ്യം ഹിന്ദി മാത്രം അറിയില്ല, ഹിന്ദിയും കൂടി പഠിച്ചു വെച്ചു. ഹിന്ദിയും മാത്രമല്ല സംസ്കൃതം കൂടി പഠിച്ചു വെച്ചു. ഈ ആശുപത്രിയിലൊക്കെ ഇനി എഴുതി വെക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്നറിയോ? ഹിന്ദിയും സംസ്കൃതമാണ്. ഹിന്ദിയും സംസ്കൃതത്തിലും ബോർഡ് വായിക്കാനെങ്കിലും പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആശുപത്രിയിൽ പോലും പോകാൻ പറ്റില്ല. അങ്ങനെ എഴുതി വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പണം ആരോഗ്യവകുപ്പിന് നൽകിയെന്ന് കേന്ദ്രം കഴിച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പല വിധത്തിലുള്ള നിബന്ധനകൾ. ആശാ വർക്കർമാരായ സഹോദരിമാർ സമരം ചെയ്തു. ആശാ വർക്കർമാരും ഇവിടെ ഉണ്ടാവും. ആശാ വർക്കർമാർക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മാസം 300 രൂപ വാങ്ങി ജീവിച്ചവരാണ് ആശാ വർക്കർമാർ. ആശാ വർക്കർമാർ വളണ്ടിയർമാരായിട്ട് വന്നവരാണ്. വളണ്ടിയർമാർ സ്വയം സന്നദ്ധമായി വന്നവരാണ് ആശാ വർക്കർമാർ. ആ 300 രൂപയിൽ നിന്ന് ഇന്ന് ആശാ വർക്കർമാർ സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയ വിഹിതം നൽകിക്കൊണ്ട് ചുരുങ്ങിയത് 11,000 രൂപയെങ്കിലും ഒരാൾ വാങ്ങുന്നുണ്ടല്ലോ. 11,000 വാങ്ങുന്നതിന്റെ ഒരു ആശാ വർക്കർ. ആ ആശാ വർക്കർമാരെ കൊണ്ടുപോയി സമരം ചെയ്യിക്കുകയാണ് തലസ്ഥാനത്ത്. ആ സമരത്തെ അഭിവാദ്യം ചെയ്യാനാണ് പോകുന്നത്. സമരത്തെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ആ സ്ത്രീകളുടെ കൂടെ ഇരുന്ന് കരയാൻ വേണ്ടി പോകുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഈ സമരം നടത്തുന്നത് വേണ്ടി എന്നറിയോ? നരേന്ദ്രമോദിയുടെ ഓഫീസിനെ കുറിച്ചാണ്. ഡൽഹിയിലാണ്. ആ ഡൽഹിയിൽ നടത്തുന്ന സമരം കൊണ്ടുപോയിട്ട് ഇവിടെ നടത്തും. ഇവിടെ എന്നിട്ട് കേരളത്തിലെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഈ സ്ത്രീകളെ കൊണ്ട് ഇവിടെ തെറി പിടിപ്പിക്കുക. അതാണ് ഇവിടുത്തെ പ്രതിപക്ഷവും BJPയും ആ കാര്യത്തിൽ കാണിച്ചത്. നമുക്ക് തരാനുള്ള പണം എന്താ? ആശാ വർക്കർമാരെ സർക്കാർ ജീവനക്കാരെ നിങ്ങൾ അംഗീകരിച്ചോളൂ. സംസ്ഥാന സർക്കാർ എല്ലാം പിന്തുണയും നൽകുന്നുണ്ട്. പക്ഷേ നമുക്ക് തരാനുള്ള പണം നൽകില്ല. അങ്ങനെ പണം നൽകിയാൽ കുഴപ്പമാണല്ലോ. എന്താ കുഴപ്പം? കേന്ദ്ര സർക്കാർ തരാനുള്ള പണം കൂടി നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഈ കേരളം നിങ്ങൾ സ്വന്തരാജ്യമാക്കി കഴിഞ്ഞുപോയി എന്ന ഭീതി RSSനും BJPക്കും നന്നായിട്ടുണ്ട്. നരേന്ദ്രമോദിക്കുണ്ട്, കോൺഗ്രസിനും അല്പമുണ്ട്. അവരാഗ്രഹിക്കുന്നുണ്ടോ പണം കിട്ടാൻ? നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് എവിടെയെങ്കിലും ഒരു സമരം നടത്തിയിട്ട് കേരളത്തിന് ലഭിക്കാനുള്ള പണം ഇത് അടിയന്തരമായി നിങ്ങൾ നൽകണമെന്നും കേരളത്തിലെ വികസന പദ്ധതികൾക്ക് ന്യായമായി നിങ്ങൾ നൽകേണ്ട പണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് എവിടെയെങ്കിലും ഒരു സമരം നടത്തിയോ? സമരം അവർ നടത്തില്ല. കാരണം ഈ ഗവൺമെന്റിന് പണം കൂടി കിട്ടിയാൽ പിന്നെ ഇനിയും വികസന പദ്ധതികൾ അവർ നടപ്പിലാക്കിയാലോ? അതാണെങ്കിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കഷ്ടകാലത്തിൽ നടപ്പിലാക്കുകയാണെന്നുള്ള വേവലാതിയിലാണ് ഈ കോൺഗ്രസുകാർ നടക്കുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കുകയാണ് ആര്? നമ്മുടെ ഗവൺമെന്റ്. ആ പ്രകടന പത്രിക അനുസരിച്ചിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. വലിയ മാറ്റങ്ങൾ ഓരോ മേഖലയും വരുന്നു. നമ്മളിവിടെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട DYFI മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾ
കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും അധികം യുവക്കൾക്ക് സർക്കാർ മേഖലയിൽ തൊഴിൽ നൽകിയ ഒരേയൊരു സംസ്ഥാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഭരിക്കുന്ന കേരളത്തിലെ സർക്കാരാണ് എന്ന് അഭിമാനത്തോട് നമുക്ക് പറയാം. 3 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ജോലി നൽകിയിട്ടുണ്ട്. അർദ്ധരാത്രി വരെ സർക്കാർ ഓഫീസും മന്ത്രി ഓഫീസും പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞ ദിവസം തദ്ദേശ മന്ത്രിയുടെ പ്രസ്താവന കണ്ടിരിക്കുന്നു. അർദ്ധരാത്രി വരെ കാത്തിരുന്നുകൊണ്ട് നിയമനം നടത്തുവാൻ വേണ്ടി തയ്യാറായ യുവാക്കൾക്കൊപ്പം നിന്നിട്ടുള്ള വലിയൊരു സർക്കാർ അത് കേരളത്തിലെ ഗവൺമെന്റാണ്. കേന്ദ്ര സർക്കാർ നിയമന നിരോധനമുണ്ടോ? ഉണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ നിയമനം നടക്കുന്നുണ്ടോ? ഇല്ല. എത്ര ലക്ഷം ഒഴിവുണ്ട്? 12 ലക്ഷത്തിലധികം ഒഴിവ് അവിടെ മാത്രമില്ലേ? എന്റെ ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് എത്രയോ വാഗ്ദാനങ്ങൾ തൊഴിലിനെ കുറിച്ച് പാതവരാതെ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ് തൊഴിൽ നൽകുന്നതിന് വേണ്ടി സന്നദ്ധമില്ല. അവിടെ കേരള ഗവൺമെന്റ്, കേരള PSC ഒരു മാതൃകയായി നിൽക്കുന്നുണ്ട്. തൊഴിൽ നൽകാൻ മാതൃകയായി നിൽക്കുന്നുണ്ട്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടിലിപ്പോ പുതിയ സംരംഭകരായി വളർന്നു വന്നിരിക്കുന്നത്. വലിയ മാറ്റമല്ലേ, വികസനമല്ലേ, മാറ്റമല്ലേ യുവാക്കൾക്കിടയിൽ പോലും കേരളത്തിൽ വന്നത്. എന്നാൽ പൂർണ്ണമായിട്ടും തൊഴിലില്ലാതാക്കാൻ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് സാധിക്കുമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ സർക്കാരിന് സാധിക്കുന്നത് പോലെ ചെയ്യണം. ഇവിടെ കേരള ഗവൺമെന്റ് DYFIയോട്, കേരളത്തിലെ യുവാക്കളോട് നീതി പുലർത്തിയിട്ടുണ്ട്. അതിന് ഈ സർക്കാരിനെ ഈ അവസരത്തിലെങ്കിലും സ്നേഹാഭിഘാതത്തോടുകൂടി നമ്മൾ ഓർക്കുക. അതുമാത്രം ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേരളത്തിലെ സർക്കാരിന്റെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞു പോകണമെന്ന് കരുതുന്നേയില്ല. പക്ഷേ ചിലതെല്ലാം ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം സൂചിപ്പിച്ചതാണ്. കേരളത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒരു അഭിമാനമാണ്. നമ്മളെല്ലാം മലയാളികളാണ് എന്നുള്ളത് അഭിമാനമാണ്. പക്ഷെ ആ അഭിമാനം ഒരുപക്ഷെ നാളെ ഈ കേരളത്തിൽ ഉൾപ്പെടെ, കേരളത്തിന്റെ മനസ്സിൽ ഉൾപ്പെടെ വർഗീയവാദികളായി ചിത്രീകരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ശക്തമായി കേരളത്തിൽ ഉൾപ്പെടെ നടത്താൻ വേണ്ടിയിട്ട് BJP RSS ശ്രമിക്കുമ്പോൾ, അതിനെ പ്രതിരോധിക്കാതെ കൂടെ ചേർന്ന് നിൽക്കുവാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ, നാം ഇടതുപക്ഷം ഒറ്റക്കെട്ടായി ശക്തമായിട്ട് ഇതിനെ ശക്തമായി പ്രതിരോധിച്ചു പറ്റും. ഇവിടെ അടുത്താണല്ലോ അല്ലെ സ്കൂള് ബന്ധമില്ല, പാദമില്ല അല്ലേ? ഒരു ദിവസം പത്രം നോക്കുമ്പോ പാദമില്ല. കാല് തൊട്ട് വന്നിട്ടുള്ളതൊന്നും കുഴപ്പമില്ല, മര്യാദയ്ക്കൊരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് വന്ന ചില പ്രചരണങ്ങൾ ശ്രദ്ധിച്ചു. കഴിഞ്ഞ ദിവസം കേരള ഗവർണർ രാജരാജേശ്വരൻ ക്ഷേത്രം തളിപ്പറം അവിടെ സന്ദർശനം. അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് പുതിയ വിദ്യാർത്ഥികളെ, നമ്മുടെ കുട്ടികളെ സനാതനധർമ്മം പഠിപ്പിക്കണമെന്ന് ഗവർണർ ഉപദേശിക്കുകയാണ്. സനാതനധർമ്മം കുട്ടികളെ പഠിപ്പിക്കണമെന്ന് ഗവർണർ ഉപദേശിക്കുന്നു. ലഹരിയിൽ നിന്ന് അവരെ മുക്തമാക്കുന്നതിന് വേണ്ടി സനാതനധർമ്മം പഠിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാവണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ സനാതനധർമ്മം? ഏതാ സനാതനധർമ്മം? മനുസ്മൃതിയുടെ കൂടെ ചേർത്ത് വായിക്കേണ്ട സനാതനധർമ്മമാണോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ഈ പറയുന്ന പാദപൂജയാണോ നമ്മളെ പഠിപ്പിക്കേണ്ടത്? നമ്മുടെ സ്കൂളിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് പോലും വർഗീയമായി നമ്മുടെ കുഞ്ഞുങ്ങളെ ചേരിതിരിക്കുന്ന ചിന്തയാണോ ഉണ്ടാക്കേണ്ടത്? സനാതന ധർമ്മപ്രകാരമാണെങ്കിൽ, മനുസ്മൃതി അനുസരിച്ചാണെങ്കിൽ വലിയ വിപത്തിലേക്ക് നമ്മൾ പോകും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. മക്കളെ ജാതിയിൽ താഴ്ന്നവൻ പേരിടുമ്പോ ശ്രദ്ധിക്കണം. ജാതിയിൽ താഴ്ന്നവൻ പേരിടുമ്പോ വിവത്സാംഗമായിട്ടുള്ള പേരുകൾ മാത്രം ഇടാൻ പാടില്ല, വൃത്തിയായിട്ട പേര്. നമ്മൾ ഓരോ പേരിപ്പോ എന്റെ പേര് വിദ്യാർത്ഥിയാണ്. ഇവിടെ സുകുമാരൻ ഉണ്ടാവും, സുശീല ഉണ്ടാവും, ജാനകി ഉണ്ടാവും, ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ രക്ഷിതാക്കൾ ഇഷ്ടപ്പെട്ട പേരാണല്ലോ. പക്ഷേ സനാതനധർമ്മം പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പേര് സ്വീകരിക്കുവാൻ വേണ്ടി സാധിക്കില്ല. കാരണം നമ്മൾ ഇഷ്ടമുള്ള പേര് സ്വീകരിക്കാതിരിക്കാൻ കാരണം അവരുടെ ജാതി നോക്കണേ. എന്റെ നാട്ടില് പഴയ കാലത്ത് അമ്മൂമ്മയുണ്ട്, അവരുടെ പേര് ചപ്പില എന്നായിരുന്നു. ഞാൻ ഒരുപാട് കാലം എന്റെ വീട്ടുകാരുടെ ചോദിച്ചിട്ടുണ്ട്, എന്താ അവർക്ക് ചപ്പില എന്നുള്ള പേര്? പഴയ തലമുറയാണല്ലോ. പിന്നീടാണ് മനസ്സിലായത്, പണ്ട് കാലത്ത് പഴയ തലമുറയുടെ പേരുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോ ജാതി നോക്കിയിട്ട് പല പേരുകളും പല വീട്ടിലെയും ആളുകൾക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നല്ല പേരുകൾ പോലും ഇടാൻ വേണ്ടി പറ്റില്ല എന്ന അവസ്ഥയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ പുതിയ ആചാരങ്ങൾ കൊണ്ടുവരുന്നു.
കല്യാണം എന്താ പോലെ വേണമെങ്കിൽ ഞാന് ഒരു BJP എന്റെ ചില സുഹൃത്തുക്കളൊക്കെ ആവശ്യം BJP-ക്കാരായിട്ട് ചിലരുണ്ട്. സൗഹൃദം കേട്ടോ, നമുക്കിപ്പോ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളോട് നമുക്ക് സൗഹൃദം തന്നെ. ഞാൻ ഒരു ദിവസം ഈ BJP-യുടെ ഈ കക്ഷിയോട് ഞാൻ ചോദിച്ചു, അല്ല ഈ ഗണേശോത്സവത്തിനാണ്. അപ്പോ ഗണേശോത്സവം എന്തിനാ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോ പുള്ളി അപ്പൊ തന്നെ മൊബൈൽ എടുത്തിട്ട് ഞാനിപ്പോ വരാട്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഗണേശോത്സവം വരുമ്പോ എന്താ നമ്മുടെ നാട്ടിന്റെ അവസ്ഥ? DJ, മദ്യം, MDMA, ലഹരി, നൃത്തം, ആഭാസം, അശ്ലീലം, തെറിവിളി, അതല്ലേ കേരളത്തിൽ നടക്കുന്നത്. എന്നാൽ ഗണേശോത്സവത്തിനൊരു ചരിത്രമുണ്ട്. ഗണേശോത്സവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള ഒന്നുകൂടിയാണ് ഗണേശോത്സവം. എന്താ ഗണേശോത്സവം എന്ന് പറയുന്നത്? അതായത് ഗണേശന്റെ ജനനാണല്ലോ ഇതിന്റെ ഒരു ആദ്യം. പിറന്നാൾ ആഘോഷിക്കും. ഈ പിറന്നാൾ പല വിധത്തിൽ ആഘോഷിക്കും. ആദ്യകാലത്ത് ബ്രാഹ്മണർ മാത്രമാണ് പിറന്നാൾ ആഘോഷിക്കുന്നത്. ഗണേശോത്സവം ആഘോഷിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അപ്പോ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഇതിങ്ങനെ ആചരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് അന്ന് പൊതു ഇടങ്ങളിലേക്ക് ജനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി, ജനങ്ങളുടെ ഐക്യം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗണേശോത്സവം എല്ലാവർക്കും ആഘോഷിക്കുവാൻ, എല്ലാവർക്കും ആചരിക്കുവാൻ വേണ്ടി ബാലഗർഭാരത്തിലെ മുൻകൈ എടുത്തുകൊണ്ട് അത്തരമൊരു തീരുമാനം ഉണ്ടാക്കിക്കൊണ്ട് ഗണേശോത്സവം പൊതു ഉത്സവമായിട്ട് വരികയാണ്. ആ ഗണേശോത്സവത്തിന്റെ ഭാഗമായിട്ട് ഗണേശ വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. ഗണേശ വിഗ്രഹങ്ങൾ 10 ദിവസം പൂജിക്കും. ആ വിഗ്രഹങ്ങൾ കേരളത്തിലെ RSS-ന്റെയും BJP-യുടെയും വിഡ്ഢികളായ പ്രവർത്തകരെ നിങ്ങൾ കേട്ടുകൊള്ളൂ. യഥാർത്ഥ വിശ്വാസികൾ ഗണേശ വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടല്ല, മറിച്ച് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടാണ്. എന്തിനാണ് ഇനി ഉണ്ടാക്കുന്നത്? ഗണേശന്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഈ പൂജ കഴിഞ്ഞതിന് ശേഷം, ഉത്സവം കഴിഞ്ഞതിന് ശേഷം അത് കൊണ്ടുപോയിട്ട് പുഴയിലേക്കോ കടലിലേക്കോ നിമഞ്ജനം ചെയ്യുന്നു. പുഴയിലേക്കോ കടലിലേക്കോ നിമഞ്ജനം ചെയ്യുന്ന ഈ ഗണേശ വിഗ്രഹം അത് ഒരിക്കലും വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിക്ക് പോലും ഉപദ്രവം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടും അതൊരു ഭക്ഷണമായി അവർ സ്വീകരിക്കട്ടെ എന്നുള്ളത് കൊണ്ടുമാണ് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് ഗണേശനെ ഉണ്ടാക്കിയിട്ട് കടലിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഭീമാകാരമായിട്ടുള്ള ഗണേശ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അത് ലോറിപ്പുറത്ത് കയറ്റി വെച്ചിട്ട് ഉടുതുണി പോലും ഇല്ലാതെ കുറെ RSS-ന്റെയും BJP-യുടെയും പ്രവർത്തകർ കൊണ്ടുപോയിട്ട് ആഭാസ നൃത്തം ചവിട്ടിയിട്ട് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഈ പറയുന്ന വിഗ്രഹം കടലിലും പുഴയിലും കൊണ്ടുപോയി തള്ളുമ്പോ അവിടെ ജീവജാലങ്ങളുടെ ജീവനല്ലേ നഷ്ടാവുന്നത്. വിശ്വാസത്തിന്റെ പലരും പിടിക്കുന്ന ആളും വിശ്വാസിയായിരിക്കും, പക്ഷെ അവരെ വഞ്ചിക്കാൻ വേണ്ടി പാടില്ല. ഇപ്പൊ നാലമ്പല യാത്ര നമ്മുടെ നാട്ടിൽ എത്ര സ്ത്രീകൾ പോകുന്നുണ്ട്? അമ്പലത്തിലൊക്കെ പോയി വരുന്നത് നല്ലതല്ലേ? പോയി വന്നോട്ടെ എന്ന് വായനശാല കമ്മിറ്റിയും ഇപ്പോ നാലമ്പല യാത്രയൊക്കെ ചിലർ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാലമ്പല യാത്ര ചിലർ സംഘടിപ്പിക്കുന്നത് എങ്ങനെയാ? RSS-ന്റെയും BJP-യുടെ കേന്ദ്രങ്ങൾ തീരുമാനിച്ചു 110-127 ആള് കേരളത്തിൽ വെട്ടി കൊലപ്പെടുത്തിയല്ലോ. ഇനിയിപ്പോ ഈ വടിവാഴി കൊണ്ട് പോയാൽ എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അവരുടെ ജീവിതത്തെയും അവരുടെ മനസ്സിനെയും കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി അവരുടെ അജണ്ട ഒന്ന് മാത്രമാണ്, നമ്മുടെ മനസ്സ് കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ വിലക്കെടുക്കുന്നതിന് വേണ്ടി, വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ക്ഷേത്രങ്ങളെ അതിന് ആധാരമായി കൊണ്ടുവരിക. അപ്പൊ നാലമ്പല യാത്രകളുണ്ട്, മാതൃസമിതികളുണ്ട്. കുടുംബശ്രീക്ക് പോകണോ മാതൃസമിതിക്ക് പോകണം. അപ്പൊ ജാനേഷ് പറയാണ് മാതൃസമിതിയുടെ കുടുംബശ്രീക്ക് വരാൻ പറ്റില്ല. മാതൃസമിതി ഉണ്ടാക്കിയതെന്തിനാണ്? ഇതിനാണ്. മാതൃസമിതിയുടെ യോഗം കുടുംബശ്രീയുടെ സമയത്ത് വെക്കാണ്. അപ്പൊ യോഗത്തിൽ പോയപ്പോ ജാനേഷിയോട് എന്താ പറയുന്നത്? ജാനേഷ് പറഞ്ഞു, മോളെ പിറന്നാളോടെ അടുത്താഴ്ച ഞാൻ വരില്ല കേട്ടോ മാതൃസമിതിക്ക്. അപ്പോ മാതൃസമിതിയുടെ യോഗം ചേരാനുള്ള പ്രസ്താവന പറഞ്ഞു കൊടുക്കാറ്. അല്ല, പിറന്നാൾ ആഘോഷിക്കാൻ ആര്? ഹിന്ദുക്കളോ? അവർക്കില്ലല്ലോ. ഹിന്ദുക്കൾ പിറന്നാൾ ആഘോഷിക്കാനോ കേക്ക് മുറിക്കാനോ? അത് ആചാരവിൽക്കാൻ ബേജാറായിട്ട് ജാനേഷ് വീട്ടിൽ വന്നിട്ട് മക്കളോട് പറയാണ്, മക്കളെ ചെറിയ മക്കളാണ്, സ്കൂളിൽ പോകുന്ന മക്കളാണ്, മക്കളെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആര്? അമ്പലത്തിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത ഈ കുട്ടി എന്ത് ചെയ്തു? സ്കൂളിൽ പോയിട്ട് കരഞ്ഞോണ്ട് ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഹിന്ദുക്കൾ കേക്ക്
പറഞ്ഞ് ഈ യോഗത്തിൽ എങ്ങനെയാ വെള്ളം കുത്തിവെക്കുന്ന വഴിയൊന്നും നോക്കി. ഇതാ ക്ലാസ്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്റെ അമ്മ നാലമ്പല യാത്ര പോയിട്ട് വിട്ടെ മോനെ ചോദിച്ചപ്പോ മക്കള് പറഞ്ഞ അമ്മയല്ലേ പോയിട്ട് വന്നോട്ടേന്ന് ചോദിച്ചിട്ട് പോയിട്ടോ എന്ന് പറഞ്ഞു. ഡിവൈഎഫ്ഐക്കാരെ പറയാണ് നാലമ്പല യാത്രക്ക് പോയിട്ട് അമ്മ പോകുമ്പോ നല്ല അമ്മയായി വരുമ്പോ ഭദ്രകാളിനെ പോലെ അമ്മ തിരിച്ചു വന്നത്. കാരണം ബസ്സിൽ കയറിയത് മുതൽ കേൾക്കാൻ തുടങ്ങിയത് ബസ്സിൽ കയറിയത് മുതൽ കേൾക്കാൻ തുടങ്ങി ദേശീയ പതാകയുടെ നടത്തെ കുറിച്ച് പറഞ്ഞില്ലേ. ഇതാ ഹിന്ദുവിനെ ഇത്ര ചെറുത്, ഇസ്ലാമിനെതിരെ ഇത്ര വലുത്, ക്രിസ്ത്യാനിക്കെതിരെ ഇത്ര വലുത് കൊടുത്തിരിക്കുന്നത്, ഹിന്ദുവല്ലേ ഭൂരിപക്ഷം, ഇതല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങേയറ്റം വർഗീയത ഇൻജക്ട് ചെയ്തിട്ട് സ്ത്രീകൾക്കുൾപ്പെടെ വർഗീയത കുത്തിവെച്ചിട്ട് ഇവിടെ നേട്ടമുണ്ടാക്കാൻ വിശ്വാസത്തെയും ആരാധനാലയങ്ങളെയെല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇവന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. സാംസ്കാരികോത്സവങ്ങൾ നമ്മൾ സംഘടിപ്പിക്കണം. ഇവിടെ സാംസ്കാരികോത്സവങ്ങൾ, ഓണാഘോഷങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നു. എല്ലാ ജാതി മത വിശ്വാസത്തിൽപ്പെട്ട ആളുകളും അവിടെ വരട്ടെ. നോമ്പ് തുറക്കാൻ നമ്മൾ കൂടിയിരിക്കുന്നു. നോമ്പ് തുറക്കാൻ വേണ്ടി ഹൈന്ദവനും ക്രൈസ്തവനും ഇസ്ലാമുമെല്ലാം കൂടിയിരുന്ന് നോമ്പ് തുറയിൽ ഇരിക്കുന്ന സമയത്ത് LDF-കാരും ജമാഅത്ത് ഇസ്ലാമിയും പുറത്തു വെച്ച് പറയുന്നു, സമൂഹ നോമ്പ് തുറ ഇവിടെ അവസാനിപ്പിച്ചോളണം. സമൂഹ നോമ്പ് തുറ പോലും നടത്താൻ വേണ്ടി പാടില്ല. ആര് പറയാണ്? ഈ LDF-കാരൻ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയാണ്. മറുഭാഗത്ത് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പാടില്ല എന്നോ സംഘപരിവാരക്കാരൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളൊന്നും പഠിച്ചത് അങ്ങനെയല്ല. മലയാളി പഠിച്ചത് അങ്ങനെയല്ല. മറ്റൊരു സംസ്ഥാനത്തെ പോലെയല്ല. എല്ലാം നമ്മൾ ജീവിച്ചതും നമ്മൾ വളർന്നതും നമ്മൾ എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളതും ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണ്. ചിലര് പറയല്ലോ, ചിലര് പാർട്ടി സംഭാവനയ്ക്ക് പോകുന്ന സമയത്ത് ചോദിക്കും, നിങ്ങളെ കൊണ്ടെന്താ നമുക്കൊരു ഉപകാരം, എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ലൈഫിന്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മളോട് ചോദിക്കുക. ലൈഫിന്റെ വീട് പാർട്ടി കൊടുക്കുന്നതല്ല. പക്ഷെ ഇങ്ങനെ ഒരു വീട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പഠന പദ്ധതിയുണ്ട്. 5 ലക്ഷം ആളുകൾക്ക് വീട് കിട്ടിയിട്ടുണ്ട്, പട്ടയം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ കഴിവ് തന്നെയാണ്. പവർ കട്ടില്ലാതെ വീട്ടിൽ നമ്മളിപ്പോ സിനിമയും കണ്ട് ടിവിയും കണ്ട് ഇരിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അതെല്ലാം ഈ സർക്കാർ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. അന്തസ്സായി റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങി വരാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ അന്തസ്സായി സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ആശുപത്രി സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ഇടതുപക്ഷം തന്നെയാണ്. ഇനി അതും പോലെ ചരിത്രമാണെങ്കിലോ, ചരിത്രത്തിന് ഇടതുപക്ഷത്തിന്റെ പങ്ക് പറയാതിരിക്കാൻ പറ്റുമോ? നമ്മൾ മനുഷ്യരെ പോലെ ജീവിച്ചത് എങ്ങനെയാണ്? സഖാവ് VS-ന്റെ വിയോഗത്തിലുള്ള ദുഃഖം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാനിയിട്ടില്ല. VS-നെ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളിൽ എത്ര പേർക്ക് പറ്റും VS-നെ പോലെ ജീവിക്കാൻ? നമുക്കാർക്കും പറ്റില്ല. അത്രയേറെ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും പരിഹരിച്ചുകൊണ്ട് ജീവിച്ച ഒരുപാട് നേതാക്കളുടെ പ്രസ്ഥാനമാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനം. അതിനു മുമ്പ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വിട്ടുപറിച്ച മണ്ണാണല്ലോ. ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും സനാതന ധർമ്മം പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്ന ഒരു കാലത്ത് നിങ്ങൾ ഈ സനാതന ധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അയ്യങ്കാളി പഞ്ചമി എന്ന 10 വയസ്സുകാരിയുടെ കൈയും പിടിച്ച് ഉള്ളുട്ടമ്പല സ്കൂളിലേക്ക് പോയിട്ട് ഇവിടെ ഇരുത്തിയത്, ബെഞ്ചിലിരുത്തിയിട്ട് പറഞ്ഞത്, കർഷക തൊഴിലാളികൾ പണി മുടക്കിയിട്ടത് പ്രഖ്യാപിച്ചത് പെൻഷന് വേണ്ടിയിട്ടോ കൂലി വർധനവിന് വേണ്ടിയിട്ടോ ആയിരുന്നില്ല. അന്ന് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം അഭിമാനത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാം. ആ കർഷക സമരത്തിന്റെ മുദ്രാവാക്യം, എങ്കൾ വിതയ്ക്കുന്ന വിത്തിന് ഐറ്റമില്ല എങ്കിൽ, എങ്കൾ കൊയ്യുന്ന നെല്ലിന് ഐറ്റമില്ല എങ്കിൽ, എങ്കൾ മരിക്കുന്ന അരിക്ക് ഐറ്റമില്ല എങ്കിൽ എന്തേ തമ്ര എങ്കളെ മക്കൾ പഠിച്ചാലെന്ന. എങ്കളെ മക്കളെ വിദ്യാലയത്തിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠങ്ങളിൽ ഞങ്ങൾ മുട്ടപ്പരി വിളിക്കുന്ന പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ കർഷക സമരം, നവോത്ഥാന സമരം, നവോത്ഥാന മുന്നേറ്റം അവിടെ നിന്നും തുടങ്ങിയതാണ് കേരളത്തിന്റെ മാറ്റം. അവിടെ നിന്നും തുടങ്ങിയതാണ് ഈ സാമൂഹ്യ മാറ്റം. ആ സാമൂഹ്യ മാറ്റത്തെ ഉൾപ്പെടെ വക്രീകരിക്കുവാൻ വേണ്ടിയും ഇല്ലാതാക്കുവാൻ വേണ്ടിയും 10 നൂറ്റാണ്ട് പുറകിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചാതുർവർണ്ണത്തിന്റെ പഴയ പ്രാകൃത ശാസ്ത്രയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സംഘപരിവാരത്തിന്റെ ശ്രമങ്ങളെ ശക്തമായി തടയിടാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് വേണം, ഞങ്ങൾക്ക് വേണം, യുവാക്കൾ ആവശ്യപ്പെടുകയാണ്. എനിക്ക് മതേതര ഇന്ത്യ വേണം എന്ന് യുവാക്കൾ പുതിയ തലമുറയാണ് ആവശ്യപ്പെടുന്നത്. വളർന്നു വരുന്ന തലമുറയാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ മതരാഷ്ട്രമായിട്ട് ഇന്ത്യ തുടർന്നിട്ടില്ല. 2 രാജ്യങ്ങളായി മാറിയ സമയത്ത് പോലും ഇതൊരു മതരാഷ്ട്രമായിരുന്നില്ല. ഇന്ത്യ ഒരു മതരാഷ്ട്രമായി തുടരാതിരിക്കുന്നതിനുള്ള കാരണം ഇന്ത്യയിലെ ജനങ്ങൾ മാത്രം തീരുമാനിച്ചതുകൊണ്ടാണ്. അങ്ങനെ തീരുമാനിച്ചൊരു ജനതയാണ് നമുക്ക് വഴികാട്ടിയിരുന്നത്. ആ
ജനത നമ്മുടെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നിർവഹിക്കാനുള്ളത്. അല്ലാതെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞിട്ട് നമ്മുടെ ചിന്തയാകെ തന്നെ നയിച്ചു കൊണ്ടുപോയിട്ട് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും എല്ലാം തകർക്കുന്നതിന് വേണ്ടിയിട്ട് RSSന്റെ ഓഫീസിൽ നിന്നും കൊണ്ടുവന്നിട്ട് രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ ഒരു സർക്കാർ ശ്രമിക്കുമ്പോ നിശബ്ദമായിട്ട് കോട്ടണ കൊടുത്ത് ഒന്നിനെ പോലെ നോക്കി നിൽക്കുവാൻ വേണ്ടി നമ്മൾ സന്നദ്ധമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ദിനത്തിൽ DYFI ഈ രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ നടത്തുന്നതും കേരളത്തിൽ സമര സംഗമം എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതും. ഈ മുദ്രാവാക്യം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ മുദ്രാവാക്യം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വക്രീകരിക്കാനോ തമസ്കരിക്കാനോ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി കൂടി നമുക്ക് സാധിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് സമര സംഗമം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ സഖാക്കളെയും ചേട്ടൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു.